1997-നും 2012-നും ഇടയിൽ ജനിച്ച തലമുറ, ഇന്റർനെറ്റിനൊപ്പം വളർന്ന ആദ്യ തലമുറ, ഡിജിറ്റൽ ലോകത്തെ സ്വന്തം ഭാഷയാക്കിയ യുവത്വം. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ തെറ്റിദ്ധരിച്ചൊരു തലമുറയെക്കുറിച്ചാണ്. അതെ, ജെൻസി. നമ്മൾ തെറ്റിദ്ധരിച്ചൊരു തലമുറ. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിലെ ജന്തർ മന്ദറിലെ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധം കണ്ടപ്പോൾ എനിക്ക് രാഷ്ട്രീയമൊന്നും ഓർമ്മ വന്നില്ല. എനിക്ക് ഓർമ്മ വന്നത് ഒരു തലമുറയെക്കുറിച്ചാണ്. സത്യത്തിൽ ഈ തലമുറയെ നമ്മളിൽ പലരും ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇവർക്ക് മൊബൈൽ മാത്രമേ അറിയൂ, സോഷ്യൽ മീഡിയ മാത്രമേ അറിയുള്ളൂ, ഇൻസ്റ്റഗ്രാം റീൽസ്, മീംസ്, ഗെയിമിംഗ്, അത്രയേ ഉള്ളൂ. സാമൂഹിക ബോധമില്ല, രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. ഇങ്ങനെയായിരുന്നു നമ്മളിൽ പലരുടെയും ധാരണ, അല്ലേ? പക്ഷേ ജന്തർ മന്ദറിലെ ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ എൻ്റെ ആ ധാരണ മുഴുവൻ മാറി. ഒരു കാര്യം ഞാൻ അവിടെ ശ്രദ്ധിച്ചു. ഇവർ ഒരേ സമയം സീരിയസും അതേ സമയം അൺസീരിയസുമാണ്. പ്രതിഷേധത്തിനിടയിൽ ചിരിക്കുന്നു, പാട്ടുപാടുന്നു, മീം ഉണ്ടാക്കുന്നു, പരസ്പരം കളിയാക്കുന്നു. പക്ഷെ വിഷയം വന്നാൽ അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല. അതാണ് ഈ തലമുറയുടെ ശക്തി. ജീവിതം ആസ്വദിക്കാനും അറിയാം, അനീതിക്കെതിരെ നിൽക്കാനും അറിയാം. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് യൂണിറ്റി. അവിടെ ആരാണ് ഹിന്ദു, ആരാണ് മുസ്ലിം, ആരാണ് സിഖ്, ആരാണ് സൗത്ത് ഇന്ത്യൻ, ആരാണ് നോർത്ത് ഇന്ത്യൻ, ആരും ചോദിക്കുന്നില്ല. ഒരു ലക്ഷ്യം മാത്രം: നീതി വേണം. പകൽ മാത്രമല്ല, രാത്രി അവരവിടെ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ക്ഷീണം വന്നാൽ മറ്റൊരാൾ താങ്ങുന്നു, ഒരാൾക്ക് ഭക്ഷണം വേണമെങ്കിൽ മറ്റൊരാൾ കൊടുക്കുന്നു. ഇതൊരു പ്രതിഷേധം മാത്രമല്ല, ഒരു തലമുറ പരസ്പരം താങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. അതിനേക്കാൾ കൂടുതൽ എന്നെ ആകർഷിച്ച വേറൊരു കാര്യമാണ്, ഇവർ സ്വന്തം ഭാവിക്ക് വേണ്ടി മാത്രമല്ല നിൽക്കുന്നത്. അവർക്ക് ശേഷം വരുന്ന വിദ്യാർത്ഥികൾക്കും ഇതുപോലൊരു അനീതി സംഭവിക്കരുതെന്ന ചിന്ത അവർക്കുണ്ട്. ഒരു സുരക്ഷിതമായ വിദ്യാഭ്യാസ സംവിധാനമാണ് അവരാവശ്യപ്പെടുന്നത്. ഇത് വെറും ഇന്നത്തേക്കുള്ള പോരാട്ടമല്ല, നാളെയുടെ ഇന്ത്യക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. അതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച മാതാപിതാക്കൾ. നമുക്കറിയാം, സാധാരണ നമ്മൾ കരുതുന്നത് എന്താണ്? വീട്ടിലേക്ക് വാ, പ്രശ്നങ്ങളിൽ പോകരുത്. പക്ഷെ ഇവിടെ പല മാതാപിതാക്കളും അവരുടെ മക്കളുടെ കൂടെ നിന്നു, അവർക്കൊപ്പം നടന്നു, അവർക്കൊപ്പം ശബ്ദമുയർത്തി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഒരു കുടുംബം മാത്രമല്ല, ഒരു സമൂഹം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണത്. ഞാൻ ഒരു മില്ലേനിയലാണ്. ഞങ്ങളുടെ തലമുറയെ ഞാൻ ഒരിക്കലും ചെറുതാക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പോരാട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കും, പലപ്പോഴും നമ്മൾ പല അനീതികളും കണ്ടു, ദേഷ്യം വന്നു, സുഹൃത്തുക്കളോട് സംസാരിച്ചു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു, പിന്നെ ജീവിതത്തിൻ്റെ തിരക്കിലെടുത്ത് തിരിച്ചുപോയി. പക്ഷേ ഈ തലമുറ, അവർ ഓൺലൈനിൽ മാത്രം ജീവിക്കുന്നവരല്ല, ആവശ്യമുള്ളപ്പോൾ ഓഫ്ലൈനിൽ തെരുവിലേക്കും ഇറങ്ങുന്നവരാണ്. അതാണ് എന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. നമ്മൾ പലപ്പോഴും പറഞ്ഞു, ഈ ജൻസിക്ക് രാഷ്ട്രീയം അറിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത്, അവർ പാർട്ടി രാഷ്ട്രീയത്തിൽ മാത്രം താല്പര്യമുള്ളവരല്ല, അവർ വിഷയങ്ങളിൽ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കാൻ പേടിക്കുന്നില്ല. ഇതൊരു ജനാധിപത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വീഡിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കാനോ എതിർക്കാനോ അല്ല. ഇതൊരു തലമുറയെക്കുറിച്ചാണ്. ഞാൻ തെറ്റിദ്ധരിച്ചൊരു തലമുറയെക്കുറിച്ച്. ഇന്ന് ഞാൻ അവരിൽ നിന്നൊരു കാര്യം പഠിച്ചു. പ്രായം ചെറുതാകാം, പക്ഷേ ചിന്ത ചെറുതാകണമെന്നില്ല. കയ്യിൽ ഫോണുണ്ടാവാം, പക്ഷേ ഹൃദയത്തിൽ ഉത്തരവാദിത്വം ഉണ്ടാവാം. മീം ഉണ്ടാക്കുന്ന അതേ കൈകൾക്ക് ആവശ്യമുള്ളപ്പോൾ പ്ലക്കാർഡ് പിടിക്കാനും കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അഭിമാനത്തോടെ പറയുന്നത്, ജൻസി, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പലരും തെറ്റായി വിലയിരുത്തിയിരുന്നു. ഈ മനോഭാവം ഒരിക്കലും നഷ്ടപ്പെടരുത്. കാരണം ഒരു രാജ്യത്തിൻ്റെ ഭാവി, യുവാക്കൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുന്ന ദിവസമല്ല സുരക്ഷിതമാകുന്നത്. അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ജൻസി, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളോടും ഞാൻ യോജിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം കാണിച്ചതിന്, ഒരുമിച്ച് നിൽക്കാൻ പഠിപ്പിച്ചതിന്, നാളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ ഓർമ്മിപ്പിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ യുവാക്കൾ സ്വപ്നം കാണുമ്പോഴല്ല,
ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ്.